അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ സമയം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്കാരുടെയും ആവശ്യമില്ല എന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല. കൊള്ളാം. ഏതിലൊക്കെ സ്കൂളിൻ്റെ മതിലിൽ എഴുതി വെക്കാൻ പറ്റിയ ഡയലോഗ് അല്ലേ? മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അടക്കം സഞ്ജന്യം 16 ആണ്ട് നമ്മുടെ തലച്ചോറിന് അറിയില്ല. തലച്ചോറിന് അരിയില്ലേ? പഞ്ചവർണ്ണത്തിന്റെ നല്ല അരയാ. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ പോലും മരണത്തിന് തൊട്ടു മുൻപ് ആറാ പറഞ്ഞത് ടൂക്ക കിഡ്സാണ് കഞ്ചാവ് അടിച്ചിട്ട് ആവശ്യമില്ലാത്ത പറയുന്നത്. പച്ചരിയും വെറും തേങ്ങയും കൂടെ ഇട്ട് പച്ചരിയും വെറും തേങ്ങയും കൂടി ഇട്ട് ആട്ടിയെടുത്ത് കാക്കയൊക്കെ വന്നിരിക്കുന്ന അവിടെ. ഞാൻ ആരോ ഏട്ടാ ആറാ എന്നെ കൊണ്ടുവച്ചോടെ. നമ്മൾ അനക്കം കേൾക്കുമ്പോഴേ കാക്കൊക്കെ പറ പറക്കും. ഇരിക്കുന്ന അടുക്കളക്കകത്ത് വേണ്ട. കൊച്ചുമോൻ കൊറേ ചാമ്പയ്ക്ക കൊണ്ടുവന്നു കേട്ടോ. കൊച്ചുമോൻ ചാമ്പയ്ക്ക കൊണ്ടുവന്ന് കേട്ടോ. ഉപ്പിലിടണം പറഞ്ഞാ കൊണ്ട് തന്നത്. ആദ്യം പിന്നെ ചാമ്പയ്ക്ക ഉമ്മിക്കരിക്കകത്തിട്ടു. എരിയുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് ഉപ്പും ഒക്കെ ഇട്ട് കണക്കിന് ഉപ്പൊക്കെ ഇട്ട് 2 ദിവസമായി ഉപ്പിലിട്ടിട്ട്. കുഞ്ഞു കൈയൊക്കെ വരുന്നത് കൊച്ചുമോണാന്ന് തോന്നുന്നു. ഒരു പച്ചമുളകും കൂടെ കടിച്ചു തിന്ന് നോക്കട്ടെ. കൊള്ളാം. കണ്ണിക്കൂടെ പുകയും മൂക്കിക്കൂടെ തീയും വരുന്നുണ്ട്. കൊച്ചുമോള് മുളക് എടുത്ത് കടിച്ചെന്ന് തോന്നുന്നു. പിന്നെ കൈയൊന്നും കാണുന്നില്ല. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ആദ്യം ആ കൊച്ചുമോന് കൊടുക്കണം അടി. കൊച്ചുമോൻ കൊറേ ചാമ്പയ്ക്ക കൊണ്ടുവന്നു കേട്ടോ. ഇന്ന് ഒരു കൊറിയർ വന്ന് ആരെ അയച്ചു എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഡ്രസ് നോക്കിയാ പോരെ? അവസരമാ കേട്ടോ. പാവസരോ? തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി. ഈ തുളസിക്കത്തിൽ നൂലെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ആ തുണിയെല്ലാം കഴുകിയിട്ടായിരുന്നെങ്കിൽ പൊട്ടാത്ത നൂല് കെട്ടി അശയിടായിരുന്നു. ഫ്രണ്ട്സ്, ഞാൻ കൊല്ലംകാരിയാണ്. അതിന് ഞങ്ങളെല്ലാം കൂടെ കോട്ടയത്തോട്ട് പോകണമായിരിക്കും. ആറാ ഇതൊക്കെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള അവയവം ഏതാണെന്നറിയാവോ? ക്ലൂ തരാം. പുറത്തല്ല, അകത്താ. പിന്നെ നിങ്ങൾ കാട് കയറി ചിന്തിക്കുന്നു. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. ഈ പാട്ടൊന്ന് കേട്ടു നോക്കി. കിട്ടി. ഉത്തരം വിനീത് ശ്രീനിവാസൻ. നോക്കടാ. എന്താണ്ടി എന്തണ്ടി ഇതെന്തണ്ടി? ഡുണ്ടുനോറ് വണ്ടി വാങ്ങി തരുവാ? എന്ത് ഡുണ്ടുനോറ് വണ്ടി. അതേത് വണ്ടി? ഡുണ്ടുനോർ ഡൊമിനോർ. ഡുണ്ടുനോറ് വണ്ടി വാങ്ങി തരുവാ? ചേട്ടൻ അങ്ങനെയല്ല. അവനല്ല കൊച്ചിന് വണ്ടി വാങ്ങിച്ചു കൊടുത്തല്ലോ, നല്ല കാര്യം. നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. മുകളിലത്തെ ചുണ്ടും താഴത്തെ ചുണ്ടും കൂട്ടിമുട്ടിക്കാതെ കൊള്ളാലോ എന്ന് പറഞ്ഞേ. കൊള്ളാലോ. ഇനി നോർമലായി പറഞ്ഞോക്ക്. കൊള്ളാലോ. കൂട്ടിമുട്ടിയില്ലല്ലേ? കൂട്ടിമുട്ടിയില്ലല്ലേ? കൂട്ടിമുട്ടിയില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും തമ്മിൽ കണ്ടുമുട്ടും. ചെള്ള അടിച്ചാൻ പൊട്ടി. അശ്വതി കുട്ടി, ആറത് ജിംറൂട്ടൻ നിനക്കായി ഒരു പാട്ട് പാടിയാണ്. ജിംറൂട്ടനാ പറയുന്നത്, ഈ മരത്തിൽ ചാടിക്കയറിക്കൊണ്ട്. ഒടിഞ്ഞു വീണായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന കമ്പിലൊക്കെയാണ് ഈ തുലിയർമണിയും കയറി പിടിക്കുന്നത്. അതൊക്കെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥ. ഇത് കോടാനുകൂടി ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് ഈ വൃത്തിയായിട്ട് അവരാതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ തന്നെ വന്ന് വീഡിയോ എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. അതും തെരഞ്ഞു പിടിച്ചു വരും. താറേ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നത് വേണ്ട. രാവിലെ ഈ വിളിച്ചു പോകുന്നത് അറത് സർലേ എന്ന് വിളിക്കുന്നത് കുറെ നേരമായില്ലോ. സർലേ എന്ന് വിളിക്കാൻ തുടങ്ങിട്ട് ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. തോന്നിയതായിരിക്കും. കാക്കാർഷേടം കണ്ടിട്ടില്ലല്ലോ. അതാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അകത്ത് കയറി പോയെന്ന് തോന്നുന്നു. ഇന്റർവെല്ല എന്നെ വിളിക്കുന്നു സർലേ. വരുന്നു. അയ്യോ, 2 പരിചയമുള്ള കാല്. ഇതാരടിയാ? പുറയിൽ യേശുപ്പച്ചന്റെ മൈൻഡ് വോയിസ് ഇങ്ങനെ ആയിരിക്കും. ആരെങ്കിലും എന്റെ വലത് കയ്യിലാണ് എന്ന് അടിച്ചാടാ ഇപ്പൊ അവളെടുത്ത് തറയടിക്കുന്നത്. ഇളവനാ. നാട്ടുകാരെ ഓടി വരണേ. വേണ്ട പോവല്ലേ. വൈകിട്ട് 4 മണിക്ക് അവാർഡ് ഉണ്ട്, അത് വാങ്ങിച്ചു വെച്ച് പോകണം കേട്ടോ. താറാവ് എനിക്കെടുത്ത് അയച്ചിരുന്നത്.
ഞാനിങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കുന്നത് സത്യത്തിലുള്ളിൽ കളിച്ചും ചിരിച്ചോ? കരിഞ്ഞു മെഴുകിയില്ലേ? സത്യത്തിലുള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാ. ഈയിടെയായിട്ട് എപ്പോഴും തോന്നാ ഞാൻ ഒറ്റയ്ക്കാന്ന്, പിന്നെ ആർക്കും വേണ്ട. ചേച്ചി ഒറ്റയ്ക്കല്ല, ഗാന്ധിജി മുതൽ ജവഹർലാൽ നെഹ്റു വരെ തോണ്ട ബാക്കിലത്തെ ഫോട്ടോ ഇരിപ്പുണ്ട്. ഉള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഫുള്ളുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഒറ്റയ്ക്കാന്ന്. ഏതാണ്ടൊക്കെ അംഗനവാടിയുടെ മുന്നിൽ പോയിന്ന് വീഡിയോ ചെയ്തയാ പിള്ളേരെ ചിരിപ്പിക്കാനായിട്ട്. ആദ്യം അവർക്ക് അമൃതം പൊടി എടുത്തു കൊടുക്കും, ഓടിക്കും. മോഹൻലാലിന്റെ കൊലയാളി. എടാ നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കും. നീ ഇറങ്ങുന്നതിന് മുമ്പ് തലേന്ന് പേരിറങ്ങും കണ്ണാടി. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. വേണ്ട. മുടിയിൽ നിന്നും പേനോടിപ്പോയി മീശയിലോട്ടായി ചാടിക്കേറുന്നേ. നാലു വശത്തേക്കും മീശ പിരിച്ച് മഞ്ഞക്കാടിൻ മോഹൻലാലേട്ടൻ. നാക്ക് കടിക്കുന്നേ, മീശയ്ക്കുപ്പ് നോക്കുന്നേ, ഉപ്പില്ലെന്ന് കണ്ട ഉടനെ ദേഷ്യം കയറുന്നേ. ഇതൊക്കെ പടച്ചുവിടുന്നത്. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അത് എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാം ഇനിയും കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ ദ ബൈ. വേണ്ട. വെച്ചൊരു പള 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 പള